എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഫ്രിഡ്ജിലെങ്ങും വെക്കാതെ തന്നെ ഒരുപാട് നാൾ കേടുകൂടാതെ പുറത്ത് തന്നെ വെച്ചിരിക്കാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് നമ്മുടെ ഇരുമ്പം പുളിയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ മരത്തിൽ കായ്ച്ച് കിടപ്പുണ്ടായിരുന്നു. നമുക്ക് അച്ചാറിന് ആവശ്യമുള്ള അത്ര ഇതിന് പറിച്ചെടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. മിക്കവാറും ഒക്കെ ഇതിങ്ങനെ മരത്തിൽ കായ്ച്ച് കിടപ്പുണ്ടാവും. അതുപോലെ നമുക്ക് മീൻ കറിക്കകത്തൊക്കെ ഇടാനും ഒക്കെ ഇത് നല്ലതാണ്. അച്ചാറിന് വേണ്ടി ഞാനിത് എത്രത്തോളം ഇത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശം അടിവശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനകത്ത് ചെറിയ പൂവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇതിൽ ചെറിയ ചെറിയ പൊടികളാണ്. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകി വൃത്തിയാക്കി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഒരുപാടങ്ങ് വിളഞ്ഞു പോയിട്ടുള്ളതല്ല, ഒരു മീഡിയം പരുവത്തിൽ വിളവായിട്ടുള്ളതാണ്. അതാണ് അച്ചാറിടാൻ നല്ലത്. ഇതുപോലെ എല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഓരോ കായുടെ വലുപ്പം അനുസരിച്ച് ഇതിനെ ഒന്ന് കീറിയെടുക്കാം. 4ആയിട്ടോ 2ആയിട്ടോ ഒക്കെ ഒന്ന് കീറിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കായുടെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് പേപ്പറിലേക്ക് നന്നായിട്ട് ഇതിനെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നീട് വെയിലത്ത് വെച്ച് കൊടുത്തൊന്ന് ഉണക്കിയെടുക്കാം. 2 ദിവസത്തെ വെയിൽ മതിയാകും, നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. അതായത് 2 ദിവസത്തെ വെയിലടിച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അച്ചാറിടാം. അച്ചാറിടാനുള്ള പാത്രത്തിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും നമുക്ക് ആവശ്യമുള്ളത്ര വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം മസാലകൾ ഇട്ട് കൊടുക്കാം. പിന്നീട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. പുളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പൊക്കെ എല്ലായിടും പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കേടാകാതിരിക്കാൻ വിനാഗിരിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ തന്നെ ഇത് ഒരു 4 മാസത്തോളം പുറത്ത് തന്നെ വെച്ചിരിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റുള്ള ഈ അച്ചാർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ചോറ് കഴിക്കാൻ ചമ്മന്തിയും അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.